സ്മൈൽ ടോക്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതുവരെ നമ്മൾ ഹനീഫിക്ക സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു ചെറിയ ബിസിനസ് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ബിസിനസ് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യാം, എത്ര സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും ചോദ്യതാണ്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു, സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് വലുതാവുമോ, ബിസിനസ്സിൽ ഒരുപാട് നമുക്ക് റവന്യൂ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ, എന്താണ് ഹനീഫിക്കയുടെ സിസ്റ്റം കൊണ്ട് മാത്രം? സിസ്റ്റം കൊണ്ട് നമ്മുടെ സിസ്റ്റം കൊണ്ട് അതിന്റെ പ്രശ്നം എന്താ പറയുക, നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ഓൺ സിസ്റ്റം മാത്രമാണ്. അപ്പൊ ഇത് ഫോക്കസ് അല്ല. ഈ പറയുന്ന ആളുകൾ അപ്പൊ ഇതുകൊണ്ട് ആവുന്ന അതിനർത്ഥം അത് വേണ്ടാന്ന. ഷോപ്പിനകത്ത് നല്ല ഹോസ്പിറ്റാലിറ്റി, നല്ല രീതിയിൽ കസ്റ്റമറെ ഡീൽ ചെയ്യൽ നിർബന്ധമാണ്. അതോടൊപ്പം ഷോപ്പിന് എന്ത് ചെയ്യാണ്, ആരൊക്കെയാണ് എന്തൊക്കെ ചെയ്യേണ്ടത് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ മാറിക്കഴിഞ്ഞാലും അവിടെ ആ ഒരു ബിസിനസ് ഫംഗ്ഷൻ നടത്തുവാൻ വേണ്ടിയിട്ടാണ് സിസ്റ്റം വരുന്നത്. സിസ്റ്റത്തോട് കൂടി അല്ല ആയോ സിസ്റ്റം വന്നിട്ട് ബിസിനസ് ഒന്നായിട്ട് വലുതാക്കൂ എന്നൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ഇപ്പൊ ഈ ഹോസ്പിറ്റാലിറ്റി ഇപ്പൊ പറഞ്ഞു വന്ന് നമ്മൾ തുടങ്ങിയത് ഹോസ്പിറ്റാലിറ്റി. ഈ ഹോസ്പിറ്റാലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് നഷ്ടപ്പെടുമല്ലോ. തീർച്ചയായിട്ടും അല്ലെ? നമുക്ക് അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, എങ്കിലും നമുക്ക് ഇന്ന് ആ ഭാഗത്തേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കാം. അതായത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിരുന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളെ വിട്ടുപോകാൻ എന്നുള്ളത് അല്ലെ. ഒരുപാട് ഷോപ്പ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ഒരുപക്ഷെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെയായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം അല്ലെ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഒരു കസ്റ്റമർ നമ്മുടെ അവിടെ വരുന്ന സമയത്ത്, ഷോപ്പിൽ വരുന്ന സമയത്ത് നമ്മുടെ എംപ്ലോയി അയാളെ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കസ്റ്റമർ നമ്മളെ വിട്ടുപോകാനുള്ള വെരി ഹൈ ചാൻസ്, എസ്പെഷ്യലി എക്സിസ്റ്റിംഗ് കസ്റ്റമർ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള, ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തില് കടകളിൽ സ്ഥിരം പോകുന്ന കടകളിൽ അവർ നമ്മളെ മൈൻഡ് ചെയ്യില്ല. അവർക്കറിയാം നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളത്. പക്ഷെ സത്യത്തിൽ അവിടെ ഒരു ഫ്രസ്ട്രേഷൻ വരിക ചെയ്യുന്നത്. നമ്മൾ പുതിയ ഷോപ്പ് കീപ്പേഴ്സ് എപ്പോഴും പുതിയ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഈവൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എയർടെൽ, അതുപോലെ നമ്മുടെ ഐഡിയ, വോഡാഫോൺ, ഇവരൊക്കെ തന്നെയും ഓഫേഴ്സ് കൊടുക്കുന്ന പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ആ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ അല്ലേ സത്യത്തിൽ അവർ കൂടുതലും കെയർ ചെയ്യേണ്ടത്. എന്താണ് അനുഭവിക്കുന്നത്? ഷോപ്പിനകത്ത് ഇപ്പൊ ഒരാള്, ഇപ്പൊ നമ്മൾ തന്നെ പഴയ കസ്റ്റമർ, ഒരാൾ ബഹളം ഉണ്ടാക്കുന്നു, ഒരു കസ്റ്റമർ ഇങ്ങനെ അടുത്ത് മാറി നിന്ന് ഈ ബഹളമൊക്കെ കഴിയിട്ടെന്ന് കാത്തു നിൽക്കുന്നു. സാധാരണ രീതിയിൽ നമ്മൾ ആരെയാണ് ആദ്യം കെയർ ചെയ്യുക? സ്വാഭാവികമായിട്ടും ബഹളം ഉണ്ടാക്കുന്നവരെയാണ് കെയർ ചെയ്യുന്നത്. ശരിക്കും ഈ ബഹളം ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് ഈ മാറി നിൽക്കുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ അഡ്വക്കേറ്റ് ആയിരിക്കും അദ്ദേഹം. അദ്ദേഹത്തെ നമ്മൾ കെയർ ചെയ്യാതെ ഇതിൽ എൻഗേജ് ആവുകയാണ് സാധാരണഗതിയിൽ പല ഷോപ്പിലും നടക്കാറുള്ളത്. അപ്പൊ നമ്മളെ അഡ്വക്കേറ്റ്സിനെയാണ് ആദ്യം നമ്മൾ ഇതിനൊരു പ്രയോറിറ്റിക്ക് വെക്കണം. ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ പ്രയോറിറ്റി വെക്കണം. നമ്മൾ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് തന്നെ, നല്ല വാല്യൂബിൾ ആയ കസ്റ്റമേഴ്സിനെ അല്ലെ നമ്മൾ വെക്കാറുണ്ടല്ലോ. ഇതൊക്കെ മനസ്സിൽ വെക്കാറുണ്ട് എല്ലാവരും. പക്ഷെ പോരാ, കൃത്യം ഇവിടെയാണ് സിസ്റ്റത്തിന്റെ കാര്യം വരുന്നത്. ശരിയായൊരു CRM ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ കസ്റ്റമേഴ്സിനകത്തേക്ക് വരുമ്പോൾ തന്നെ അവരുടെ നമ്പർ എൻ്റർ ചെയ്യുന്നതോട് കൂടി തന്നെ ഇയാൾ ആരാണെന്നും മുമ്പ് എത്ര നമുക്കത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നും നമ്മളോട് എത്ര കാലമായി നമ്മളോട് ഇടപാടുകൾ നടത്തുന്നു ഒക്കെ മനസ്സിലാവുകയും അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്നുള്ളത് വരെ കിട്ടും. എന്തിനാ ഇപ്പോ ഞാനൊക്കെ കാണുന്നത്, ഇപ്പൊ ഒരു കസ്റ്റമർ ഇന്ന് വന്നു, പിന്നെ വരുന്നു. ഇപ്പൊ നമ്മളെ പല കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ടും നമ്പറോ ഒക്കെ നമ്മളെ സെയിൽസ്മാനോട് ചോദിച്ചാൽ അധിക പേരത്തും നമ്പർ ഉണ്ടാവും. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാം, അപ്പോഴത്തേക്ക് കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാന്നാ പറയാം, ചോദിക്കാം. നമ്പർ പോലും ഇവരുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല, കൃത്യമായി അത് എഴുതി വെക്കുന്നില്ല എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിൽ ഇവരെ കൃത്യമായി എഴുതി വെക്കാനും വേണ്ട വിധം അവരെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൺസൾട്ട് ചെയ്യാനും നമ്മൾ സെയിൽസ്മാൻമാർ റെഡി ആവണം. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ സെയിൽസ്മാൻമാർക്ക് ഒരു പഴയ കസ്റ്റമർ വന്നാൽ പോലും അത് പഴയതാണ്, ഇത് പുതിയതാണെന്ന് തിരിച്ചറിയാത്തൊരു ഘട്ടം പോലും ഞങ്ങൾ കാണാറുണ്ട്. സ്ഥിരം വരുന്ന ആളായിരിക്കും, പക്ഷെ അവരൊരു പുതിയ കസ്റ്റമറെ പോലെ ഡീൽ ചെയ്യുക. ഞങ്ങൾ ഇതോടെ എത്ര കാലമായി ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഇന്ന ഓഫേഴ്സ് ഉണ്ട്, ആനുണ്ട്, ചാനുണ്ട് എന്നൊക്കെ പറയും. കാരണം പഴയ കസ്റ്റമേഴ്സിനോട് അത് പറയേണ്ട ആവശ്യമില്ല, പുതിയൊരു കസ്റ്റമേഴ്സിനോടെ നമുക്കത് പറയേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റിലൊരു ചോദ്യം, ആദ്യം തന്നെ ഒരു ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ആദ്യമായിട്ട് വരികയാണോ അതോ ഇതിനു മുമ്പ് നമ്മളടുത്ത് എത്ര കാലമായിട്ട് വന്നിട്ടുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ഇത്തരം എഫേർട്ടുകൾ എടുക്കണ്ടല്ലോ. നിങ്ങളിപ്പോ എന്തൊക്കെയാണ് ഞങ്ങൾ ആനയാണ് ചേനയാണെന്ന് പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇതൊക്കെ ഒരുപാട് ഇതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി ഓരോ സെയിൽസ്മാനും ശരിയായി ഡിഫൈൻ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു അപ്രോച്ചാണ് പുതിയ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. നല്ലതാണ്, പുതിയ കസ്റ്റമേഴ്സിന് എക്സൈറ്റ്മെന്റ് കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവരും. പക്ഷെ ഇവിടെ വരുമ്പോൾ അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, നാളെ അവർ റീറ്റെയിൻഡ് കസ്റ്റമർ ആകുമ്പോൾ ഇതില്ലാണ്ടാവുമ്പോൾ അവർ വിട്ടുപോകും. ഒരുപാട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ പോകുന്നു,
ആദ്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അവർ നമ്മൾ ഒരു ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യും. പോകെ പോകുന്ന സമയത്ത് അവിടെ മാനേജർ മാറും. അപ്പൊ നമ്മൾ റീറ്റെയിൻഡ് കസ്റ്റമർ ആണ്. നമ്മൾ പിന്നീട് ചെല്ലുമ്പോഴായിരിക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ. കാരണം ആ മാനേജർ പോയി, ആ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ മാനേജർ പോയി, അടുത്ത ആൾ വന്നു. ഇവര് നമ്മുടെ ഹിസ്റ്ററി നോക്കുന്നില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോൾ അവരടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ കെയർ ചെയ്യില്ല. അവർ നമ്മുടെ റീറ്റെയിൻഡ് കസ്റ്റമേഴ്സിന് എപ്പോഴും കുറച്ച് കെയർ കുറവാണ് എല്ലാവരും കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും ബിസിനസ്മാൻ ചെയ്യേണ്ടത് റീറ്റെയിൻ കസ്റ്റമറിനാണ് പ്രധാനം കൊടുക്കേണ്ടത്. പ്രാധാന്യം അവര് കൊണ്ടുവരും, അവര് ഫ്രണ്ട്സിനെ കൊണ്ടുവരും. അതിനേക്കാൾ പ്രധാനം നമുക്കൊരു ന്യൂ കസ്റ്റമറിനെ കൊണ്ടുവരണമെങ്കിൽ എത്ര ചെലവുണ്ട്. അതെ, നമുക്ക് അതിന് അഡ്വർടൈസ് ചെയ്യണം, മാർക്കറ്റിംഗ് ചെയ്യണം, ഒരുപാട് പണിയുണ്ട്. കൂടുതലാണ്. എന്നാൽ നമ്മളൊരു പഴയ ആളെ രണ്ടാമത് വരുത്താൻ എന്താ പണി? ബുദ്ധിമുട്ടില്ല. അത് ശരിക്കും നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, നിങ്ങൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു സെയിൽസ്മാൻ മെയിൻ ചെയ്യുന്നില്ല. ഇത് ശരിക്കും മെയിൻ ചെയ്ത് കൃത്യമായി ചെയ്തെങ്കിൽ ഇവിടെ 2ാം പ്രാവശ്യം വരും, 3ാം പ്രാവശ്യം വരും, ഫ്രണ്ട്സിനെ കൂട്ടി വരും, ഒരുപാട് റെഫറൻസുകൾ നമുക്ക് തരും. അപ്പൊ ഏറ്റവും ആദ്യം ഒരു ബിസിനസ് വിജയിക്കാൻ അവിടെ ഈ നിൽക്കുന്ന സെയിൽസ്മാൻ അവന് ഹോസ്പിറ്റാലിറ്റി കൃത്യമായ രീതിയിൽ കസ്റ്റമറോട് സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവരോട് ഫ്രണ്ട്ലി ആയി. ഞാൻ വിൽക്കുന്ന പ്രൊഡക്റ്റിൽ മാത്രം പോരാ, ഒരു സെയിൽസ്മാൻ അറിവ്, അതിന്റെ മുമ്പിൽ വരുന്ന ഒരു കസ്റ്റമറിന്റെ ഫാമിലി വരെ അവനെ അറിയണം എന്ന് നമ്മൾ പറയുന്ന ആളാണ്. ഞാനൊക്കെ നമ്മുടെ സെയിൽസ്മാൻമാരോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ ജോബ് അറിയണം, ഫാമിലി അറിയണം, എവിടുന്ന് വരുന്നു, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വീക്ക്നെസ്സുകൾ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്, ഇതൊക്കെ നമ്മൾ അറിയണം. ഇതൊക്കെ അറിയണോ സെയിൽസ്മാൻ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ അറിഞ്ഞാലേ ഇന്നത്തെ കാലത്ത് നമുക്ക് ബിസിനസ്സിൽ വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുള്ളൂ.